സ്പെയിനിലെ അപ്പോസ്തോലിക സന്ദർശനത്തിന്റെ മൂന്നാം ദിനത്തിൽ ലിയോ പാപ്പ സ്പാനിഷ് പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പാപ്പ സ്പെയിൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. മനുഷ്യാന്തസ്സും സമാധാനവും ഉയർത്തിപ്പിടിച്ചുള്ള ശക്തമായ സന്ദേശമാണ് പാപ്പ ജനപ്രതിനിധികൾക്ക് മുന്നിൽ വെച്ചത്. ഓരോ ജനാധിപത്യ സമൂഹവും ചിന്താ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങൾ ആധുനിക സമൂഹത്തിന്റെ പരാജയമാണെന്നും മാഡ്രിഡിൽ നടന്ന ചരിത്രപരമായ സമ്മേളനത്തിൽ പാപ്പ വ്യക്തമാക്കി. മാന്യമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാണ്. മാറിവരുന്ന രാഷ്ട്രീയ ഭൂരിപക്ഷങ്ങൾക്കോ സാമൂഹിക സമുന്നയങ്ങൾക്കോ അധീനപ്പെടാത്ത ഒന്നാണ് മനുഷ്യാന്തസ്സെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള മനുഷ്യജീവിതത്തിന്റെ സംരക്ഷണം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം താൽപര്യമല്ല, മറിച്ച് അതൊരു സംസ്കാരത്തിന്റെ ലക്ഷ്യമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സമൂഹത്തിൽ ഏറ്റവും പാർശ്വവത്കരിക്കപ്പെട്ടവരെയും ദുർബലരെയും സംരക്ഷിക്കുമ്പോഴാണ് ഒരു രാജ്യം ധാർമ്മികമായി ഉന്നതി കൈവരിക്കുന്നതെന്നും കുടുംബങ്ങളാണ് ഒരു രാജ്യത്തിന്റെ ആത്മീയവും സാമൂഹികവുമായ സ്ഥിരതയുടെ അടിസ്ഥാനമെന്നും മനുഷ്യരെ വെറും അക്കങ്ങളായി കാണാതെ അവരുടെ അന്തസ്സിന് മുൻഗണന നൽകണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സുരക്ഷിതമായ പാതകളും പുനരധിവാസം ഉറപ്പാക്കുന്നതോടൊപ്പം സ്വന്തം രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാനും അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. യൂറോപ്പിലടക്കം നടക്കുന്ന ആയുധ കൂട്ടക്കൊലകളെയും യുദ്ധങ്ങളെയും പാപ്പ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ആയുധങ്ങൾക്ക് താൽക്കാലിക നിശബ്ദത മാത്രമേ നൽകാനാകൂ, അവയ്ക്കൊരിക്കലും ശാശ്വതമായ സമാധാനം നിർമ്മിക്കാൻ കഴിയില്ല എന്നും യുദ്ധരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിൽ കടുത്ത ധാർമ്മിക ജാഗ്രത വേണമെന്നും ജീവനും മരണവും തീരുമാനിക്കുവാനുള്ള അധികാരം മെഷീനുകൾക്ക് വിട്ടുകൊടുക്കരുതെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി. സ്പെയിനിന്റെ ആത്മീയ വേരുകൾ മറക്കരുതെന്നും ഓർമ്മിപ്പിച്ച പാപ്പ ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനയോടെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. 7 മിനിറ്റിലധികം നീണ്ടുനിന്ന എഴുന്നേറ്റ് നിന്നുള്ള കയ്യടികളോടെയാണ് സ്പാനിഷ് പാർലമെന്റ് ലിയോ പാപ്പയുടെ ചരിത്രപ്രധാനമായ വാക്കുകളെ വരവേറ്റത്. അതിനുശേഷം മാഡ്രിഡിൽ സ്പാനിഷ് ബിഷപ്പുമാരുടെ കൗൺസിൽ ആസ്ഥാനത്ത് നടന്ന പ്രത്യേക സമ്മേളനത്തിൽ പാപ്പ പങ്കെടുത്തു. സഭയുടെ യഥാർത്ഥ ശക്തി അതിന്റെ സമ്പത്തിലോ വിഭവങ്ങളിലോ അല്ല, മറിച്ച് വിശ്വാസികളുടെ വിശുദ്ധിയിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ലിയോ പാപ്പ പറഞ്ഞു. സഭയിലെ സാധാരണക്കാരായ വൈദികർക്ക് ബിഷപ്പുമാർ വെറുമൊരു ഔദ്യോഗിക അധികാരി മാത്രമാകരുതെന്നും മറിച്ച് ഒരു പിതാവിനെ പോലെ അവരെ കൂടെ നിർത്താനും നയിക്കാനും സാധിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നിലവിലെ സാമൂഹിക ധ്രുവീകരണങ്ങളുടെയും ഭിന്നതകളുടെയും കാലഘട്ടത്തിൽ വൈവിധ്യങ്ങൾക്കിടയിലും ഐക്യം നിലനിർത്താൻ സഭയ്ക്ക് കഴിയണം. ഭിന്നതകൾ പരിഹരിക്കാനും സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളെ ഒപ്പം ചേർത്തുപിടിക്കുവാനും ബിഷപ്പുമാർക്ക് ദൗത്യമുണ്ട്. ദൈവവചനത്തോടും സഭയുടെ പാരമ്പര്യത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് കത്തോലിക്ക വിശ്വാസം സ്നേഹത്തോടെ കാത്തുസൂക്ഷിക്കാൻ വൈദികർ പ്രതിജ്ഞാബദ്ധരാകണം. സഭയ്ക്കുള്ളിൽ ആന്തരിക സമാധാനമുണ്ടെങ്കിൽ മാത്രമേ മറ്റ് മതസ്ഥരുമായും അധികാരികളുമായും കൂടുതൽ തുറന്ന സംവാദങ്ങൾ സഭയ്ക്ക് സാധ്യമാകൂ എന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്പെയിനിന്റെ ആത്മീയ വളർച്ചയ്ക്കായി പാപ്പ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.